കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് കെഎസ്ഇബിക്ക് 25 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് കെഎസ്ഇബിക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നത്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലവർഷക്കെടുതിയിൽ തകരാറിലായ വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു. പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി എത്താൻ വൈകിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി എത്താൻ വൈകിയിട്ടില്ലെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കെഎസ്ഇബിക്ക് 25 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ, HT പോസ്റ്റുകളുടെ തകർച്ച, ഇതൊക്കെയാണ് നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം പരിഹരിച്ചു വരികയാണ്. നഷ്ടം പരിഹരിക്കുകയല്ല, വന്നിട്ടുള്ള കേടുപാടുകളും അതുപോലെ സപ്ലൈ ഡിസ്റപ്ഷനും പരിഹരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ്. ഇന്ന് പത്തനംതിട്ടയുടെയും ആലപ്പുഴയുടെയും പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവിടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥിൻ്റെയും MLA-മാരുടെയും നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാനും കൂടി പങ്കെടുത്തു. അപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വെള്ളം കയറിയ സ്ഥലങ്ങളിലെ സപ്ലൈ അവിടെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൽ വന്ന് ഞാൻ കളക്ടറുമായിട്ടും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി അജയ് ജനീഷിൻ്റെ നേതൃത്വത്തിൽ കളക്ടറും മറ്റെല്ലാവരും ചേർന്ന് തൃശ്ശൂരിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനം നടത്തുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ മഴയ്ക്ക് ഒരു ശമനമുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു.